ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നമ്മൾ ഇടുക്കിക്കാരാകുമ്പോൾ ചക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചക്ക പോലും കളയാറില്ലല്ലേ. ചക്കയും കൊണ്ടുള്ള എത്ര വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു തോരനാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അത് പൊടിത്തോരനാണ്. ചക്ക പൊടിയായിട്ട് അരിഞ്ഞുണ്ടാക്കുന്ന ഒരു തോരന്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ചക്ക, ഒരുപാട് വിളയാത്തത്, ഇതുപോലെ ഒന്ന് ഇടിച്ചക്കയുടെ പരിവാകുന്ന ആ ഒരു രീതിയിലുള്ള ചക്ക വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ കരിന്തൊലി ഒന്ന് ഇതുപോലെ ഒന്ന് ചെത്തിയെടുത്ത് കളയുന്നുണ്ട് കേട്ടോ. ഇത് ഇടിഞ്ചക്ക വെക്കാൻ കൊള്ളത്തില്ല. ഇത് ഇച്ചിരി കൂടെ ആയിട്ടുണ്ട് കേട്ടോ. ഇതിലും മൂപ്പ് കുറഞ്ഞത് വേണം നമ്മൾ ഇടിഞ്ചക്കയ്ക്കായിട്ട് എടുക്കേണ്ടത്. അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരെണ്ണം ചെയ്യാവേ. അപ്പോൾ നമ്മൾ ഇതുപോലെ അതിൻ്റെ കരിന്തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കുനുകുനൂന്ന് അതുപോലെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കാവേ. കഴിഞ്ഞ കൊല്ലമൊക്കെ ആണെങ്കിൽ മഴയ്ക്ക് മുന്നേ ചക്കയൊക്കെ ആയി ഒരു പാതി വരെ ചക്ക വിളഞ്ഞ് എല്ലാം ഇട്ട് നമ്മൾ ഓരോ ഐറ്റംസൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ കൊല്ലമാണെങ്കിലുണ്ടല്ലോ, ഈ മഴ സമയത്താണ് കേട്ടോ ചക്കയൊക്കെ നന്നായിട്ട് വിളഞ്ഞു വരുന്നത്. ആ വേനലിൻ്റെ ആ സമയത്ത് ചക്കയൊന്നും ഇല്ലായിരുന്നു. ചക്കയൊക്കെ ഒന്നായി വരുന്നതേ ഉള്ളായിരുന്നു കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ചക്കയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ചക്ക വെറുതെ ഇടുന്നുണ്ട്. വെറുതെ ഇടുക എന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിലെ ഏലത്തിൻ്റെയൊക്കെ ഇടയിൽ പഴുത്ത് വീഴും, പഴുത്ത് ചീഞ്ഞ് കിടക്കുകയില്ലേ. അതുകൊണ്ട് നമ്മൾ പാതി ചക്കയും വിളവാകുന്നതിന് മുന്നേ നമ്മൾ മരത്തെ കയറി അങ്ങനെ ഇട്ട് കളയാറുണ്ട് കേട്ടോ. അതുപോലെ കുന്നുകൂട്ടി ചക്ക ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചക്കയൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെയൊക്കെ ആണെങ്കിൽ ചക്ക എടുത്തുകൊണ്ട് പോകാനായിട്ട് ആൾ വരുമായിരുന്നു. ഇപ്പം ആരും വരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം തേങ്ങ എടുക്കുക തോരൻ വെക്കാനായിട്ട്. തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കാന്താരി മുളക്, എരിവിന് ആവശ്യത്തിന് കാന്താരി മുളക്, മഞ്ഞൾപ്പൊടി, ചെറുജീരകം എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ നമ്മൾ ചക്കയുടെ അനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. 2 അല്ലി വെളുത്തുള്ളിയും ഒരു 5-6 അല്ലി ചുവന്നുള്ളിയും കൂടി കഴുകി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഒരു 2 അതൾ ഇതുപോലൊന്ന് പറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് ഇത് വേഗം ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. ഒരുപാട് അങ്ങ് അരിഞ്ഞു പോകേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാവുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറന്നേക്കരുത്. ചക്കയൊക്കെ കിട്ടുവാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതൊക്കെ നമുക്ക് എന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. ചക്കയുള്ള സീസൺ മാത്രമല്ലേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മിസ് ചെയ്യാതെ ഉണ്ടാക്കി നോക്കി കഴിക്കണം കേട്ടോ. വീട്ടിലുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ച് കൊടുക്കാം. അപ്പം നാടൻ വിഭവമല്ലേ ചക്ക, അപ്പോൾ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഒരു 1.5 സ്പൂണോളം വെളിച്ചെണ്ണ ഉണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക കൂടി ആഡ് ചെയ്ത് കൊടുക്കാവേ. ഈ ചക്ക എന്നിട്ട് എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതി. നമുക്ക് ഇതുപോലൊന്ന് നന്നായിട്ട് ചക്കയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഒരു 5-10 മിനിറ്റ് മതി ഇതൊന്ന് റെഡി ആവാനായിട്ട്. ഈ ചക്ക ഇച്ചിരി നമ്മൾ വെള്ളം ഒഴിച്ചാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ആ ഒരു സമയം മാത്രം മതി. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. ഇതുപോലെ തോരൻ വെച്ചിട്ടുള്ളവരും കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ ആരും അങ്ങനെ കമൻ്റ് ഒന്നും ചെയ്യുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചക്ക നന്നായിട്ട് എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ.
ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 5 സ്പൂണോളം വെള്ളം കാണും. ഇത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ നടുക്കായിട്ടൊരു ചെറിയൊരു കുഴി പോലെ കുഴി ഒഴിക്കുക. അതിലേക്ക് നമുക്ക് നമ്മൾ ഒതുക്കിയെടുത്തിരിക്കുന്ന അരപ്പും കൂടി ഇതുപോലൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മൂടി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റെങ്കിലും ഇത് വെന്ത് വരണം. ചക്ക നന്നായിട്ട് വെന്ത് വരണ്ടേ, ആ ഒരു സമയം മാത്രം മതി കേട്ടോ. എന്നിട്ട് ഇതുപോലൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാവേ. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നമുക്ക് അരപ്പും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുക്കാവേ. അപ്പോൾ അതാ നമ്മുടെ ചക്ക ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചക്കപ്പൊടി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതാണ്. ചൂട് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കത്തോരനാണ്. എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറന്നേക്കരുത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 3-4 മിനിറ്റും കൂടി ഇരുന്ന് വേവട്ടെ. നമ്മൾ 3-4 മിനിറ്റും കൂടെ കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് വെന്ത് നല്ല ടേസ്റ്റുള്ള തോരനായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഇതൊന്ന് തോർന്ന് കിട്ടണം. അതിന് വേണ്ടി ഇതുപോലൊന്നിങ്ങനെ നിരത്തിയിട്ട് ഒരു 3-4 മിനിറ്റും കൂടെ ഒന്ന് ചെറുതീയിലൊന്ന് ഇട്ട് കൊടുക്കാവേ. ഇപ്പം നമ്മൾ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നാലും ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തോർന്ന് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറന്നേക്കരുതേ. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറന്നേക്കരുത് കേട്ടോ. അപ്പം ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത ഡിഷുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.